50 മണിക്കൂർ ഫാസ്റ്റിംഗ് ആണ് ഞാൻ അറ്റംപ്റ്റ് ചെയ്യാൻ പോണത്. ഈ നോമ്പൊക്കെ ആളുകൾ എടുക്കുന്നത് എന്തോരം ബുദ്ധിമുട്ടാണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ഇൻസ്റ്റാഗ്രാം പോളിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 12 മണിക്കൂർ വെള്ളം പോലും കുടിക്കാണ്ടും അതിനുശേഷം വെള്ളം കുടിച്ചോണ് അറ്റംപ്റ്റ് ചെയ്യണത്. ഈ വെളുപ്പിനെ എഴുന്നേറ്റ് ഇത്ര ഐറ്റംസ് കഴിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു ടാസ്ക് ആയിരുന്നു. മുഴുവൻ കഴിക്കാനൊന്നും പറ്റിയില്ല. എന്റെ കോലം മൈൻഡ് ചെയ്യേണ്ട, വെളുപ്പിനെ എനിക്ക് ശീലമൊന്നുമില്ല, അതുകൊണ്ടാണ്. ഏതാണ്ട് ഒരു 6 മണിക്ക് മുമ്പായിട്ട് നമ്മൾ ഫുഡ് അടിയൊക്കെ അവസാനിപ്പിച്ച് നോമ്പ് തുടങ്ങി. എന്നിട്ട് ഞാൻ കുറച്ച് നേരം കിടന്ന് തുടങ്ങി. എന്നിട്ട് ഒന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ ഇരുന്ന് അപ്പൊ ഒന്നും ക്ഷീണം അറിഞ്ഞില്ല. അതുകൊണ്ട് ഒരു ചലഞ്ചിങ് ആക്കാൻ വേണ്ടിയിട്ട് നട്ടുച്ചക്ക് ഞാൻ വെയിലത്ത് സൈക്കിൾ ഓട്ടാൻ ഇറങ്ങി. ഇപ്പൊ എനിക്ക് ചെറുതായിട്ട് നല്ലോണം വിശപ്പ് തന്നെ ഉണ്ട്, പിന്നെ വേർക്കണുണ്ട്. സൈക്കിൾ ഓട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ഫേസിലൂടെയാണ് പിന്നെ ഞാൻ കടന്നു പോയത്. അല്ലെങ്കിൽ പരിപ്പും പയറൊക്കെ വെക്കണ ബന്ധു വീട്ടിൽ മൊത്തം ചിക്കനും ബീഫും അങ്ങനത്തെ എല്ലാ ഐറ്റംസ് ആയിരുന്നു. ദുഷ്ടന്മാരാണ് ഇവരൊക്കെ, ദുഷ്ടന്മാര്. മഞ്ഞാലി ബിരിയാണി മേടിച്ചിട്ട് വെച്ചേക്കാം. രണ്ട് കസിൻ്റെ കൂടെ ഉപേക്ഷിച്ച് മൂന്നാമത്തെ കസിൻ്റെ കൂടി പോയപ്പോ അവിടെ കണ്ട കാഴ്ചയാണ് ഇത്. അതിന്റെ മണം തന്നെ കേൾപ്പിക്കല്ലേ. നല്ലോണം ക്രേവിങ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അല്ലാതെ ഭയങ്കര ഒരു ഇഷ്യൂ തോന്നിയില്ല. എന്നാൽ അത്യാവശ്യം ചെറിയ തലക്കൊരു പിടുത്തമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 6 മണി ആയി കഴിഞ്ഞപ്പോ നോമ്പ് കുറിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. പക്ഷെ നമുക്ക് ഇനി വേറെ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. നമ്മൾ ഇനിയും കണ്ടിന്യൂ ചെയ്യണം. വീട്ടിൽ വന്നപ്പോ അവിടെ ഒരു പ്രലോഭനം, അത് കഴിഞ്ഞ് വീണ്ടും കസിൻ്റെ കൂടി പോയപ്പോ അവിടെ അതിലും വലിയ പ്രലോഭനം. പിന്നെ ഒന്ന് ഫോൺ തുറന്നാൽ ഇതൊക്കെ തന്നെയല്ലേ. അങ്ങനെ 24 മണിക്കൂർ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ വർക്കിന് പോയി. നല്ല ഒട്ടുക്കത്തെ വെയിലുണ്ടായിരുന്നു. പ്രലോഭനങ്ങൾക്ക് അവിടെയും ഒരു കുറവില്ല. നമുക്ക് ഇതൊന്നും വേണ്ട, നമുക്ക് പച്ചവെള്ളം ഉണ്ടല്ല. ഈവനിങ് ഒക്കെ ആയപ്പോഴേക്ക് സംഗതി കുറച്ച് സീരിയസ് ആവാൻ തുടങ്ങി. തലക്ക് നല്ല രീതിയിൽ കിട്ടാൻ തുടങ്ങി. 24 മണിക്കൂറാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ ആക്ച്വലി അത് അച്ചീവ് ചെയ്ത്. പിന്നെ ചാറ്റിപ്പിടിനോട് വെച്ചപ്പോൾ ആള് പറഞ്ഞ് എന്തായാലും പരിപാടി നിർത്തിക്കോ, അല്ലെങ്കിൽ പണിയാവും. പിന്നെ എനിക്കാണെങ്കിൽ എന്തെങ്കിലും കഴിച്ചേ പറ്റും പറഞ്ഞാൽ എക്സ്ട്രീം ക്രേവിംഗും വരാൻ തുടങ്ങി. പക്ഷെ ഞാൻ 50 എന്ന് പറഞ്ഞൊരു ടാർഗറ്റ് മനസ്സിൽ കണ്ടുപോയി. എന്തായാലും ചാവൂലെന്ന് എനിക്കറിയാം. അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോയി. എന്തായാലും ഞാൻ ഈ റീൽ പോസ്റ്റ് ചെയ്ത് കിടന്നുറങ്ങാൻ പോയി. നാളെ രാവിലെ എഴുന്നേക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ 50 മണിക്കൂർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അടുത്ത ആഴ്ച എല്ലാവർക്കും വടയും ചായം കിട്ടും. അന്നേരം കിടന്നു കഴിഞ്ഞിട്ട് ഒരു 1:30 ആയപ്പോ തന്നെ എഴുന്നേക്കേണ്ടി വന്നു. വയറിനൊക്കെ കുറച്ച് പണി കിട്ടി. അത് കഴിഞ്ഞിട്ട് ഒരു 5:30 ആയപ്പോ വീണ്ടും എഴുന്നേക്കേണ്ടി വന്നു. അങ്ങനെ ഉറക്കം മൊത്തത്തിൽ പോയി. ഭയങ്കര ടഫാണ്. ഇന്നലെ ഉറങ്ങാൻ പറ്റിയിട്ടില്ലായിരുന്നു. വയറിന് ചെറിയൊരു പണി കിട്ടി. ഓൾറെഡി പണി ഉണ്ടായിരുന്നു. ഇപ്പൊ വലിയ കുഴപ്പമില്ല. പക്ഷെ എന്തായാലും ഇപ്പൊ എത്ര മണിയായി? 6 മണി കഴിഞ്ഞു. എന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച് വലിയ പ്രശ്നമില്ലെങ്കിൽ വേണമെങ്കിൽ കൊണ്ടുപോവാം. എന്നുവെച്ചാൽ അങ്ങനെ എക്സ്ട്രീം ടയേർഡൊന്നുമില്ല. വേണമെങ്കിൽ പിന്നെ ഒരു ദിവസം കൂടി പോകാന്നൊക്കെ വിചാരിച്ച്. ഏതാണ്ട് 1.5 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും എഴുന്നേക്കാണെങ്കിൽ ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒന്ന് കണ്ടിന്യൂ ചെയ്താലോ എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്. ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞാൻ കമന്റ് ബോക്സിൽ അറിയിക്കാട്ടോ. കുഴച്ചടിക്കണം. ഒരു മാങ്ങ കഷ്ണം ബീഫ് എടുത്ത് മാങ്ങക്കറിയുടെ മാങ്ങയും ചാറും ചോറും കൂടി കുഴച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് തിന്നാ. അല്ലാതെ ചില പ്രത്യേക സാഹചര്യത്തിൽ വിളിക്കാം.